ഹരേ കൃഷ്ണ. ജയ രാധ മാധവ കുഞ്ച ബിഹാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി. ജയ ഗോപീജന വല്ലഭ ജയ ഗിരിവരധാരി. ജയ ഗിരിവരധാരി. ജയ യശോദനന്ദന ജയ വ്രജജനരഞ്ജന. ജയ യമുനതിരവനചാരി. ജയ കുഞ്ച ബിഹാരി. ജയ യമുനതിരവനചാരി. ജയ കുഞ്ച ബിഹാരി. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാം രാം ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാം രാം ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ജയ ഗൗരനിതായ് ഗൗരനിതായ് ജയ ഗൗരനിതായ്. നിതായ് ഗൗര ഹരി ബോൽ ഹരി ബോൽ ഹരി ബോൽ. നിതായ് ഗൗര ഹരി ബോൽ. ജയ ജയ പ്രഭുപാദ് ജയ ജയ പ്രഭുപാദ്. ജയ ജയ ഗുരുദേവ് ജയ ജയ ഗുരുദേവ്. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഹരേ കൃഷ്ണ. നമ്മള് എടുക്കാൻ പോകുന്ന ശ്ലോകം ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗം, ശ്ലോകം 7. ഓമജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരുൻ ശ്രീയുതാപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിത ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ.
നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്യതി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. അധ്യായം 3 കർമ്മയോഗം. ശ്ലോകം 7. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. യസ്തിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേ അർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്തഃ സ വിശിഷ്യതേ. യസ്തിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേ അർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്തഃ സ വിശിഷ്യതേ. യസ്തിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേ അർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്തഃ സ വിശിഷ്യതേ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും ശ്ലോകം വായിക്കണമെങ്കിൽ വായിക്കാം. 1-2 പേർക്ക്. ഹരേ കൃഷ്ണ. യസ്തിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേ അർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്തഃ സ വിശിഷ്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. യസ്തിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേ അർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്തഃ സ വിശിഷ്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. പദാർത്ഥം നോക്കാം. യാതു യാതൊരുത്തനാകട്ടെ, അർജുന അല്ലയോ അർജുന, ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങളെ, മനസ്സുകൊണ്ട്, നിയമ്യ അടക്കിയിട്ട്, അസക്തഃ അസക്തനായിട്ട്, കർമ്മേന്ദ്രിയൈ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട്, കർമ്മയോഗം ഭക്തിയെ, ആരഭതെ ആരംഭിക്കുന്നുവോ, സ അവൻ, വിശിഷ്യതേ വിശിഷ്ടനാകുന്നു. വിവർത്തനൻ ഭാവാർത്ഥം ബൈ എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് ജയ. വിവർത്തനം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ആത്മാർത്ഥതയുള്ള ഒരാൾ പ്രവർത്തനനിരതമായ ഇന്ദ്രിയങ്ങളെ മനസ്സിനാൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആസക്തി കൂടാതെ കൃഷ്ണ അവബോധപരമായ കർമ്മങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ അയാളാണ് അത്യുത്തമൻ. ഭാവാർത്ഥം ആർക്കെങ്കിലും വായിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്വച്ഛന്ത ജീവിതത്തിനും ഇന്ദ്രിയ സുഖാനുഭൂതികൾക്കും വേണ്ടി അതീന്ദ്രിയ ജ്ഞാനി എന്ന് നടിക്കുന്നതിനേക്കാൾ വളരെ നല്ലത് തന്റെ പ്രവൃത്തിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മോചനം നേടുക എന്ന ജീവിതോദ്ദേശം നിറവേറ്റി ദൈവസാമ്രാജ്യം പോകുന്നതാണ്. പ്രധാന സ്വാർത്ഥഗതി വിഷ്ണുവിനെ പ്രാപിക്കലാണ്. ഈ ജീവിത ലക്ഷ്യപ്രാപ്തിക്ക് സഹായകമാണ് വർണ്ണാശ്രമ വ്യവസ്ഥ. കൃഷ്ണാവബോധപരമായ സേവന കർമ്മം കൊണ്ട് ഗൃഹസ്ഥനും ഈ പരമപദം പ്രാപിക്കാം. ഒരാൾക്ക് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ശാസ്ത്രാനുസൃതമായ നിയന്ത്രിത ജീവിതം നയിക്കുകയും അങ്ങനെ അനാസക്തനായി പ്രവർത്തിച്ചുകൊണ്ട് പുരോഗമിക്കുകയും ആവാം. ഈ പദ്ധതി അനുസരിക്കുന്ന ആത്മാർത്ഥതയുള്ള വ്യക്തിയാണ്. പൊള്ളയായ ആത്മീയവാദം കൊണ്ട് നിഷ്കളങ്കരായ പൊതുജനങ്ങളെ കബളിപ്പിക്കുന്നതിനേക്കാൾ ഭേദപ്പെട്ടവൻ ധ്യാനാദികളെ ഒരു ജീവനോപായം മാത്രമായി കരുതുന്ന കപട വേഷധാരിയായ ഒരാളേക്കാൾ എത്രയോ നല്ലവനാണ് മനസാക്ഷിയോടെ തെരുവ് തൂക്കുന്ന ഒരു തൂപ്പുകാരൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളങ്ങനെ അധ്യായം 3 കർമ്മയോഗത്തിൽ എത്തിയിരിക്കുകയാണ് അല്ലെ. കർമ്മയോഗം എന്താണ്? കർമ്മയോഗം എന്ന് വെച്ചാൽ കർമ്മയോഗമാകുന്നത് കർമ്മത്തെ ഭഗവാനുമായിട്ട് ബന്ധിപ്പിക്കുമ്പോഴാണ് കർമ്മയോഗമായിട്ട് മാറുക അല്ലെ. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് കർമ്മയോഗമായിട്ട് മാറുന്നു. അപ്പോ നമുക്കറിയാം ഈ ഭൗതിക ലോകത്തില് നമ്മളെല്ലാവരും ഓരോരുത്തരും അല്ലെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അല്ലെ. ആർക്കും കർമ്മങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് സാധിക്കില്ല അല്ലെ. പക്ഷെ ഈ കർമ്മങ്ങൾക്ക് തന്നെ നമ്മളെ ഇവിടെ
ബന്ധനസ്ഥരാക്കാനും സാധിക്കും, ഈ കർമ്മങ്ങൾക്ക് തന്നെ നമ്മളെ മുക്തരാക്കാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോ നമുക്കറിയാം ഭഗവത്ഗീതയില് പ്രതിപാദിക്കുന്ന 5 വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് അല്ലെ? ഈശ്വര, ജീവ, പ്രകൃതി, കാലം, കർമ്മം. ഈശ്വര, അതായത് ഈശ്വരനെ കുറിച്ച് പറയുന്നു, ഭഗവാൻ ആരാണ് എന്നതിനെ കുറിച്ച് ഭഗവത്ഗീതയിൽ പറയുന്നു. പിന്നെ എന്താണ്? ജീവാത്മാവിനെ കുറിച്ച് പറയുന്നു, ഭൗതിക പ്രകൃതിയെ കുറിച്ച് പറയുന്നു, കാലം, ടൈം ഫാക്ടർ അല്ലെ, അതിനെ കുറിച്ച് പറയുന്നു, കർമ്മത്തെ കുറിച്ചും പറയുന്നു അല്ലെ. അപ്പോ ഈ ഈശ്വര, ജീവ, പ്രകൃതി, കാലം, ഈ 4നെയും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതിൽ ഒരു ഇതും ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. പക്ഷെ ഈ കർമ്മത്തെ മാത്രമാണ് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അത് നമുക്ക് തീരുമാനിക്കാം എത്തരത്തിലുള്ള കർമ്മം ചെയ്യണം എന്നുള്ളത് അല്ലെ. അപ്പോ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങള് എന്താണ്? നമ്മുടെ ഇന്ദ്രിയപ്രീതിക്കായിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഇവിടെ തളച്ചിടും, ഈ ഭൗതിക ലോകത്തിൽ നമ്മളെ ബന്ധനസ്ഥരാക്കുന്നു. എന്നാൽ ഭഗവത് പ്രീതിക്കായിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കർമ്മ പ്രതികരണങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല അല്ലെ. ആ കർമ്മങ്ങൾ നമ്മളെ ഇവിടെ നിന്നും മുക്തരാക്കുന്നു അല്ലെ. നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനം നേടാനും നമ്മളെ ഇവിടെ നിന്നും മുക്തരാക്കാനും കഴിയും. എങ്ങനെയുള്ള കർമ്മങ്ങൾക്കാണ്? കർമ്മങ്ങളെ നമ്മൾ ഭഗവത് പ്രീതിക്കായിട്ട് ചെയ്യുമ്പോൾ. അപ്പോ ഈ കർമ്മയോഗത്തിലൂടെ ഭഗവാൻ അതാണ് നമുക്ക് ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോ ഇവിടെ 2-ാം അധ്യായത്തിൽ ഭഗവാൻ കർമ്മയോഗത്തെക്കുറിച്ചും ജ്ഞാനയോഗത്തെക്കുറിച്ചും പറഞ്ഞു, അതുപോലെ തന്നെ ഭക്തിയോഗത്തെക്കുറിച്ചും സൂചിപ്പിക്കുകയുണ്ടായി. ഈ അധ്യായത്തില് എന്താണ്? അർജുനൻ ചോദിക്കുകയാണ് അല്ലെ, തുടക്കം തന്നെ എന്താണ്? അർജുനൻ ആകെ കൺഫ്യൂഷനിലായി. കാരണം 2-ാം അധ്യായത്തില് 49-ാം ശ്ലോകത്തില് ഭഗവാൻ ബുദ്ധിയോഗത്തെ കുറിച്ച് പറയുകയുണ്ടായി. അതില് കൃഷ്ണൻ പറയുന്നത് എന്താണ്? നീ ഫലോദിഷ്ട കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് നീ ബുദ്ധിയോഗത്തില് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു അല്ലെ. അതായത് ഭഗവാനെ ശരണം പ്രാപിച്ചുകൊണ്ട് ഭക്തിയുത സേവനം ചെയ്യുക. ഭക്തിയുത സേവനത്താൽ മറ്റു കർമ്മങ്ങളെല്ലാം നീ ഒഴിവാക്കാനാണ് പറഞ്ഞത്, അതിനെല്ലാം ഉപേക്ഷിക്കാൻ പറഞ്ഞു. അപ്പോ കാരണം മറ്റുള്ളവയൊക്കെ എല്ലാം നമ്മളെ ഇവിടെ ജനന മരണ ചക്രത്തിൽ ബന്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നീ അതെല്ലാം അവോയ്ഡ് ചെയ്യൂ, നീ എന്താണ് ഭക്തിയുത സേവനത്തിൽ, അതായത് ബുദ്ധിയോഗത്തിൽ വർത്തിക്കാൻ പറഞ്ഞു. അപ്പോ കാരണം ഫലകാംക്ഷയോടെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തെക്കാൾ ഉത്തമമാണ് എന്താണ്? ഭക്തിയുത സേവനം അല്ലെ. എന്താണ്? ബുദ്ധിയോഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുന്നത്. അപ്പോ എന്താണ്? അർജുനൻ ആകെ കൺഫ്യൂസ്ഡ് ആയി. കൃഷ്ണൻ യുദ്ധം ചെയ്യാനും ഇത് പറയുന്നുണ്ട് ഒരു ഭാഗത്ത്, പിന്നെ ഒരു ഭാഗത്ത് എന്താണ്? ബുദ്ധിയോഗത്തിൽ ഉറച്ചു നിൽക്കാൻ പറയുന്നു, ഭക്തിയുത സേവനമാണ് വലുതെന്ന് പറയുന്നു. അപ്പൊ പിന്നെ എന്തിനാണ് ഞാൻ അപ്പൊ ഭക്തിയുത സേവനം ചെയ്താൽ പോലെ എനിക്ക് കൃഷ്ണബോധത്തിൽ വർത്തിച്ചാൽ പോരെ? എന്തിനാണ് ഞാൻ ഇങ്ങനെ ഈ ക്രൂരമായിട്ടുള്ള യുദ്ധത്തിന് എന്തിനാണ് അങ്ങനെ പ്രേരിപ്പിക്കുന്നത് അല്ലെ. അതുകൊണ്ട് ഭഗവാനെ എനിക്കൊന്നും മനസ്സിലാവണില്ല, ഞാൻ മൊത്തത്തില് കൺഫ്യൂഷനിലാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങ് എനിക്ക് എന്നെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കാതെ എന്താണ് ശ്രേയസ്കരമായത് എന്ന് എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് അർജുനൻ ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ പറയുന്നു അല്ലെ, എന്താണ്? കർമ്മത്തെ അല്ല നമ്മൾ ത്യജിക്കേണ്ടത് അല്ലെ. കർമ്മം ചെയ്യാതിരുന്നുകൊണ്ട് മാത്രം ഒരാളും കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാവുന്നില്ല അല്ലെ. അതുപോലെ തന്നെ എന്താണ്? കർമ്മങ്ങള് ത്യജിച്ചിട്ട് നമ്മൾ സന്യാസം സ്വീകരിച്ചുകൊണ്ട് മാത്രം ഒരാള് പൂർണ്ണത നേടുന്നുമില്ല എന്ന് പറയാണ് അല്ലെ. കാരണം എന്താണ്? കർമ്മങ്ങളെ നമുക്ക് ഒരിക്കലും ഉപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. കാരണം എപ്പോഴും നമ്മൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ. നമുക്ക് ഒരിക്കലും പ്രവർത്തിക്കാതെ ഇരിക്കാൻ പറ്റില്ല. എപ്പോഴും ഒരു ജീവാത്മാവിന്റെ സ്വഭാവമാണ് എപ്പോഴും എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഇരിക്കുക എന്നുള്ളത് അല്ലെ. നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ പോലും നമ്മുടെ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അല്ലെ. എപ്പോഴും നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഏതെങ്കിലും പ്രവർത്തനവിധമായിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനാലാണ് ഭഗവാൻ ഇവിടെ നിഷ്കാമ കർമ്മയോഗത്തെ കുറിച്ച് പറയുന്നത്. അപ്പോ കഴിഞ്ഞ ശ്ലോകത്തിൽ 6-ാമത്തെ 7-ാമത്തെ ശ്ലോകം ശരിക്കും കണക്റ്റഡ് ആണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞ എന്താണ്? കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാലും ഇന്ദ്രിയ വിഷയങ്ങളിൽ മനസ്സിനെ വ്യാപരിപ്പിക്കുന്ന കപട സന്യാസിയാണെന്ന് പറഞ്ഞു അല്ലെ. അതായത് കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കും, പക്ഷെ മനസ്സിൽ എന്താണ്? അയാൾ ഇന്ദ്രിയ വിഷയങ്ങളെല്ലാം ആസ്വദിക്കും. അപ്പൊ പുറമേക്ക് അയാളെല്ലാം ഉപേക്ഷിച്ച മട്ടിലിരിക്കും, പക്ഷെ ഉള്ളിൽ അയാളെ എല്ലാ ഇന്ദ്രിയ സുഖങ്ങളും മനസ്സാൽ ആസ്വദിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള കപട സന്യാസിയെ കുറിച്ചാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോ ഈ ശ്ലോകത്തിൽ ഭഗവാൻ എന്താ പറയണ? അതായത് മിഥ്യാചാരായിട്ടുള്ള, അതായത് ഇതുപോലെയുള്ള ഈ കപട സന്യാസിയേക്കാൾ എന്താണ്? ഉത്തമമായ അവസ്ഥയിലുള്ളവനാണ് കർത്തവ്യബോധമുള്ള ഗൃഹസ്ഥൻ എന്ന് ഇവിടെ പറയാണ് ചെയ്യുന്നത് അല്ലെ.
കർത്തവ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ഗൃഹസ്ഥനാണ് ഇത്തരത്തിലുള്ള മിഥ്യാചാര സന്യാസിയേക്കാൾ ഉത്തമൻ എന്ന് പറയുന്നു അല്ലെ. അപ്പോ അതായത് എങ്ങനെയായിരിക്കണം അത്തരത്തിലുള്ള ഒരാള്, എങ്ങനെയായിരിക്കണം ഒരു ഗൃഹസ്ഥൻ എന്നുള്ളത് ഭാവാർത്ഥത്തില് ശ്രീല പ്രഭുപാദര് വ്യക്തമാക്കി തരുന്നുണ്ട്. അതായത് ഇന്ദ്രിയങ്ങളെ മനസ്സിനാൽ നിയന്ത്രിച്ച് ആസക്തി കൂടാതെ കർമ്മം ചെയ്യുന്നവൻ, അതാണ് ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ആസക്തി കൂടാതെ കർമ്മം ചെയ്യുന്നവനാണ്. അതാണ് നിഷ്കാമകർമ്മം. നിഷ്കാമകർമ്മം എന്ന് പറഞ്ഞാൽ, സകാമകർമ്മ എന്ന് പറഞ്ഞാൽ നമ്മള് കർമ്മത്തിലും ഫലത്തിലും ആസക്തിയുണ്ട് അല്ലെ. പക്ഷെ നിഷ്കാമകർമ്മം എന്ന് പറഞ്ഞാൽ ഫലത്തില് ആസക്തി ഇല്ല. കർമ്മത്തിൽ ഒരുപക്ഷെ ആസക്തി ഉണ്ടാവും, പക്ഷെ ഫലത്തിൽ ഒരിക്കലും ആസക്തി ഉണ്ടാവില്ല. അപ്പൊ അതാണ് നിഷ്കാമകർമ്മം എന്ന് പറയുന്നത്. അപ്പോ ഈ നിഷ്കാമകർമ്മത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഭഗവാൻ ഈ ശ്ലോകങ്ങളിലൂടെ, അതായത് 3-ാമത്തെ ശ്ലോകം മുതൽ 9-ാമത്തെ ശ്ലോകം വരെ നിഷ്കാമകർമ്മത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അപ്പോ എങ്ങനെയാണ്, അതായത് ഒരു ഗൃഹസ്ഥൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് പറയണത് അല്ലെ. അതായത് ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് മോചനം നേടി എങ്ങനെയാവുമ്പോൾ എന്ന് പറയുന്നുണ്ട് ഇവിടെ പറയുന്നുണ്ട്. അതായത് ഇന്നത്തെ വിദുഹു സ്വാർത്ഥ ഗതി ഹി വിഷ്ണു അല്ലെ. എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മോചനം നേടുക എന്നുള്ളതാണ് അല്ലെ. നദേ വിദുഹു സ്വാർത്ഥ ഗതിം ഹി വിഷ്ണു, എന്താണ് വിഷ്ണുവിലാണ് ഒരാളുടെ യഥാർത്ഥ സ്വാർത്ഥം അല്ലെ. സ്വാർത്ഥം എന്ന് പറഞ്ഞാൽ സ്വാർത്ഥഗതി, നമ്മുടെ സ്വാർത്ഥഗതി എന്ന് പറഞ്ഞാൽ, അതായത് ഗോൾ ഓഫ് ലൈഫ്, നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ അല്ലെങ്കിൽ കൃഷ്ണനെ പ്രാപിക്കുക അല്ലെ, പ്രാപ്തമാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഒരാളുടെ സ്വാർത്ഥഗതി. അപ്പൊ എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ എന്താണ് സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്, ഈ ജനന ചക്രത്തെ നമുക്ക് എന്താണ് ബ്രേക്ക് ചെയ്യാനായിട്ട് അല്ലെ, അതിനെ നമുക്ക് ആ ചങ്ങലയിൽ നിന്ന് നമുക്ക് വിട്ടുപോരാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ അല്ലെ. ആ സ്വാർത്ഥഗതിയായിട്ടുള്ള വിഷ്ണുവിനെ പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഒരു ഹൗസ് ഹോൾഡർക്ക് അല്ലെങ്കിൽ ഒരു ഗൃഹസ്ഥന് എങ്ങനെയാണ് സാധിക്കുക അല്ലെ. അപ്പൊ ഇവിടെ ശ്രീല പ്രഭുപാദ ഭാവാർത്ഥത്തില് വർണ്ണാശ്രമ ധർമ്മത്തെയും ഇവിടെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ. വർണ്ണാശ്രമ ധർമ്മം വഴി ക്രമേണ ഒരാൾക്ക് ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉയർന്നു വരാൻ പറ്റും എന്ന് പറയുന്നു അല്ലെ. 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും ഉണ്ട് അല്ലെ. ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം, അതാണ് 4 ആശ്രമങ്ങള്. 4 വർണ്ണങ്ങള് എന്താണ് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യ, ശൂദ്ര അല്ലെ. ഓരോരുത്തരും ഏത് അവസ്ഥയിലായിക്കോട്ടെ, ഏത് വർണ്ണത്തിലായിക്കോട്ടെ, ഗൃഹസ്ഥനും വാനപ്രസ്ഥനും എന്താണ് പറയാ ബ്രഹ്മചാരിക്കും എല്ലാവർക്കും ഈ ലക്ഷ്യം പ്രാപിക്കാൻ സാധിക്കും അല്ലെ. അതുപോലെ ശൂദ്രനായിക്കോട്ടെ, ബ്രാഹ്മണനായിക്കോട്ടെ, ക്ഷത്രിയനായിക്കോട്ടെ, അവർക്കും ക്രമേണ വർണ്ണാശ്രമ ധർമ്മം ഫോളോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ സ്വാർത്ഥഗതി അല്ലെ, വിഷ്ണുവിനെ പ്രാപിക്കുക എന്നുള്ള ആത്മസാക്ഷാത്കാര പാതയിലേക്ക് വരാൻ സാധിക്കും എന്നിവിടെ പ്രഭുപാദ പറയുന്നുണ്ട്. പക്ഷെ ഈ കലിയുഗത്തിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ കലിയുഗത്തില് വർണ്ണാശ്രമ ധർമ്മങ്ങള് ഒന്നാമത് നിലനിൽക്കുന്നില്ല എന്നുള്ളതും പിന്നെ അത് പ്രായോഗികമാക്കാനും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനാൽ എന്താണ് നമുക്ക് അതിനുള്ള എളുപ്പവഴി ഇവിടെ പറയുന്നുണ്ട്. എന്താണ് കൃഷ്ണാവബോധപരമായ സേവനത്തിലൂടെ അല്ലെ ഗൃഹസ്ഥനും പരമപദം പ്രാപിക്കാം. അപ്പൊ നമ്മൾ എന്ത് വേണം, കൃഷ്ണാവബോധപരമായിട്ടുള്ള സേവനങ്ങൾ ചെയ്യാം അല്ലെ. നമ്മുടെ കർമ്മങ്ങളെല്ലാം നമ്മൾ ഭക്തിയുത സേവനമായിട്ട് ഭഗവാന്റെ പ്രീതിക്കായിക്കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ഗൃഹസ്ഥനും പരമപദം പ്രാപിക്കാം, വിഷ്ണുവിനെ പ്രാപിക്കാം എന്നിവിടെ പറയുന്നു. അപ്പം എങ്ങനെയാണ് നമുക്ക് അത് അനുഷ്ഠിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതും പറയുന്നുണ്ട്. എന്താണ് നിയന്ത്രിതമായ ജീവിതത്തിൽ, അതായത് ജീവിതം എങ്ങനെയാണ് ശാസ്ത്രാനുസൃതമായിട്ട് നിയന്ത്രിതമായിട്ടുള്ള ജീവിതം നയിക്കുക. അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് അല്ലെ, നമ്മുടെ എന്താ പറയാ കൂടുതൽ ഇന്ദ്രിയാസക്തിയിലേക്ക് പോവാതെ നമ്മളുടെ അത്യാവശ്യത്തിന് മാത്രം നമ്മുടെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അല്ലെ, അങ്ങനെ നമ്മൾ ജീവിക്കണം. പിന്നെന്താണ് അനാസക്തമായിട്ട് കർമ്മം ചെയ്യണം, അതായത് നിഷ്കാമകർമ്മം. എന്താണ് ഫലത്തിൽ ആസക്തി ഇല്ലാതെ നമ്മൾ കർമ്മം ചെയ്യണം. കാരണം എന്തുകൊണ്ടാണ്, ഇതെല്ലാം ഇവിടെയുള്ള എല്ലാം ഭഗവാന്റെയാണ് അല്ലെ. നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഫലം നൽകുന്നത് ഭഗവാനാണ്. അപ്പോ അതില് നമ്മൾ ഒരിക്കലും ആസക്തരാവേണ്ട ആവശ്യമില്ല. അത് ഭഗവാൻ നമുക്ക് എന്താണോ തരുന്നത് അതിനെ നമ്മൾ വളരെ സന്തോഷപൂർവ്വം നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഒരു ഗൃഹസ്ഥനായിട്ട് ഇരുന്നു കൊണ്ട് നമുക്ക് ഇവിടെ
പറയുന്നു നമ്മുടെ ലക്ഷ്യം നമുക്ക് അതായത് ഈ ജന്മമരണ ചക്രത്തിൽ നിന്ന് നമുക്ക് മോചനം നേടാം എന്ന് പറയുന്നു അല്ലെ. അപ്പം എന്താണ് ഗൃഹസ്ഥരായിട്ടുള്ളവർ പലരും പറയാം, നമുക്ക് പലരെയും സമീപിക്കുമ്പോൾ അല്ലെ, സത്സംഗത്തിന് വരാനും നാമം ജപിക്കാനൊക്കെ പറയുമ്പോൾ പലരും പറയും നമ്മുടെ അടുത്ത് സമയമില്ല, ഞങ്ങൾക്ക് ഓഫീസിൽ ജോലിയുണ്ട്, അത് കഴിഞ്ഞ് വന്ന വീട്ടിലെ കാര്യങ്ങൾ ഇതാണ്, പിന്നെ ആകെ ഒരു സൺഡേ കിട്ടണം, ആ സൺഡേ എങ്ങനെ സത്സംഗത്തിന് വരാൻ പറ്റും, വീട്ടിൽ ഒരുപാട് ജോലികളുണ്ട് അല്ലെ ഒക്കെ പറയും. പക്ഷെ നമ്മള് നമ്മുടെ ആ കർമ്മങ്ങളൊക്കെ നമ്മുടെ ഒരു ഡ്യൂട്ടി അല്ലെ, അതൊക്കെ നമ്മൾ നിറവേറ്റണം. പക്ഷെ നമുക്ക് നമ്മുടെ കർമ്മങ്ങളെല്ലാം ഭഗവാനെ മായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. എന്ത് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും നമുക്ക് ആ കൃഷ്ണ കോൺഷ്യസിൽ ഇരിക്കാൻ പറ്റും. അത് ഏതവസ്ഥയിലായാലും. ഇപ്പൊ നമുക്കറിയാം, അപ്പൊ സുധാമ വിപ്രൻ അല്ലെ, അദ്ദേഹം ഒരു ഗൃഹസ്ഥനായിട്ടുള്ള ഭക്തനായിരുന്നു അല്ലെ. വളരെയധികം കൊടും ദാരിദ്ര്യത്തിലാണ് തന്റെ ഒരുപാട് മക്കളും പത്നിയൊക്കെ ആയിട്ട് അദ്ദേഹം ജീവിതം നയിച്ചിരുന്നത്. പക്ഷെ അത്രയും ദാരിദ്ര്യമായിട്ടുള്ള അവസ്ഥയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം ഫുള്ളി കൃഷ്ണ കോൺഷ്യസ് ആയിരുന്നു അല്ലെ. 24 മണിക്കൂറും ഭഗവത് ചിന്തയിലായിരുന്നു. അതുപോലെ തന്നെ എന്താണ്, ഇനിയിപ്പോ ഒരു രാജാവായിക്കോട്ടെ, ആരായാലും അതിനും നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പം ഈ അധ്യായത്തിൽ തന്നെ 20ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എടുത്തു പറയുന്നുണ്ട് ജനക മഹാരാജാവിനെ കുറിച്ച്. അതായത് രാജർഷിയായിട്ടുള്ള ജനക മഹാരാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം എന്താണ് പറയാ, ഇത്രയും വലിയ മഹാരാജാവായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് രാജ്യകാര്യങ്ങളല്ലേ, തന്റെ പ്രജകളുടെ ക്ഷേമം, രാജ്യത്തെ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാം അദ്ദേഹത്തിന് നോക്കണം. പിന്നെന്താണ്, തന്റെ പലതരത്തിലുള്ള കർത്തവ്യങ്ങളും എല്ലാം അദ്ദേഹത്തിന് നിറവേറ്റാനുണ്ടായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹം പൂർണ്ണമായിട്ടും കൃഷ്ണാബോധത്തിലായിരുന്നു എന്ന് പറയുന്നു. ഒരിക്കൽ ഇതുപോലെ ജനക മഹാരാജാവ് വനത്തിലൂടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ച് ഒരുപാട് ഋഷിമാരെ അദ്ദേഹം കണ്ടുമുട്ടും. അപ്പൊ അവര് ചോദിക്കും, അവർക്ക് ഭയങ്കര അതിശയം തോന്നും. കാരണം ജനക മഹാരാജാവ് ഭഗവാന്റെ പരിശുദ്ധ ഭക്തനാണ്, അദ്ദേഹത്തിന് എങ്ങനെ ഇത്രയും വലിയ രാജാവായിട്ടും രാജ്യകാര്യങ്ങളെല്ലാം ഉണ്ടായിട്ട് ഇങ്ങനെ ഇതിന് സാധിക്കുന്നു എന്നുള്ളത്. അപ്പം ഇവര് ചോദിക്കും മഹാരാജാവിന്റെ അടുത്ത്, എങ്ങനെയാണ് അങ്ങേക്ക് ഇതിന് സാധിക്കുന്നത്, ഞങ്ങൾക്ക് അത് എങ്ങനെ സാധിക്കുന്നു എന്ന് പറഞ്ഞു തരാൻ പറയുന്നു. അപ്പോ ജനക മഹാരാജാവ് പുഞ്ചിരിച്ചുകൊണ്ട് പറയും, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഒരു ദിവസം എല്ലാവരും കൂടി എന്റെ കൊട്ടാരത്തിലേക്ക് വരൂ, ഞാൻ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു ദിവസം എല്ലാവരെയും വിളിക്കും, ക്ഷണിക്കും. അദ്ദേഹം അങ്ങനെ എല്ലാ ഋഷിമാരും എല്ലാ മുനിമാരും എല്ലാവരും അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് വരും. അദ്ദേഹം അവരെല്ലാവരെയും വളരെ ഉപചാരപൂർവ്വം സ്വീകരിച്ചിരുത്തി അവർക്ക് വേണ്ടതെല്ലാം ചെയ്ത് അദ്ദേഹം അവരെല്ലാം പ്രസാദം കഴിക്കാനായിട്ട് തന്റെ ഊട്ടുപുരയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ അവിടെ എല്ലാവരെയും ഇരുത്തി ജനക മഹാരാജാവ് തന്നെ എല്ലാവർക്കും എല്ലാവർക്കും വിളമ്പി കൊടുക്കും. അപ്പൊ ആ സമയത്ത് ഇവർ അവിടെ വന്നിരിക്കുമ്പോൾ ഒരു ശ്രദ്ധയിൽപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ തലയ്ക്ക് മുകളിലൊക്കെ അങ്ങനെ നല്ല മൂർച്ചയുള്ള വലിയൊരു വാള് കെട്ടി തൂക്കിയിരിക്കുന്നത് കാണും. അപ്പോ ഇദ്ദേഹം ഇവര് വിചാരിക്കും, എന്താണത്, ജനക മഹാരാജാവിനെ കുറിച്ച് ഇങ്ങനെയൊന്നല്ലോ ഇദ്ദേഹം എന്തിനാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവണില്ല. കാരണം ആ വാളങ്ങാൻ ഒന്ന് കീഴ്പോട്ട് വീണ തങ്ങളുടെ കഴുത്ത് അറക്കും അല്ലെ, കഴുത്ത് കണ്ടിക്കും. ആ ഒരു അവസ്ഥയിലാണ്, അത്രയും മൂർച്ചയേറിയ വാളാണ്. അപ്പോൾ അവർക്ക് ഒരു ഭയവും തോന്നും. കാരണം എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? കാരണം ഊട്ടുപുരയിൽ ഇങ്ങനെ ഒരു വാള് വെക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ, ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ തന്നിട്ട് ഞങ്ങളെ വധിക്കാനായിരിക്കും അദ്ദേഹത്തിന്റെ ഉദ്ദേശം. പക്ഷെ അദ്ദേഹം അത്തരത്തിലുള്ള ഒരാളല്ലല്ലോ എന്നൊക്കെ അവരാകെ ഒരു ഭയം അവരുടെ ഉള്ളിൽ വരും. അങ്ങനെ അവരെല്ലാവരും ഒരു വിധത്തില് ഭക്ഷണമൊക്കെ കഴിച്ച് പ്രസാദമൊക്കെ കഴിച്ച് അവിടെ നിന്ന് എഴുന്നേൽക്കും. അങ്ങനെ രാജാവ് എല്ലാവരും വീണ്ടും ഇരുത്തി. അപ്പൊ അവര് ചോദിക്കും, അല്ലയോ രാജൻ, ഞങ്ങളുടെ സംശയത്തിന് അങ്ങ് ഇതുവരെ മറുപടി പറഞ്ഞില്ലല്ലോ, എങ്ങനെയാണ് അങ്ങേക്ക് ഇങ്ങനെ ഫുൾ ഭഗവാന്റെ സ്മരണയിൽ ഇരിക്കാൻ സാധിക്കണം? അപ്പോ ജനക മഹാരാജ് പറയും, ശരി, ഞാൻ അതിനുള്ള ഉത്തരവൊക്കെ തരാം. ആദ്യമായിട്ട് നിങ്ങളെല്ലാവരും എന്താണ് നല്ല നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യയായിരുന്നു. അപ്പൊ എല്ലാം നല്ലോണം കഴിച്ചില്ലേ എല്ലാവരും നന്നായി തന്നെ ആസ്വദിച്ച് കഴിച്ചോ എന്ന് ചോദിക്കും. അപ്പൊ എല്ലാവരും പരസ്പരം ഒന്ന് മുഖത്തോട് മുഖം നോക്കും. കാരണം അവര് പറയും, ഞങ്ങൾ കഴിച്ചു, പക്ഷെ ഞങ്ങൾക്ക് ആസ്വദിച്ച് കഴിക്കാനായിട്ട് പറ്റിയില്ല. കാരണം ഞങ്ങളുടെ ശ്രദ്ധ മുഴുവനും ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു വാള് കെട്ടി തൂക്കിയിട്ടിരുന്നല്ലോ, ആ മൂർച്ചയേറിയ വാളിലായിരുന്നു ഞങ്ങളുടെ ശ്രദ്ധ. കാരണം അതെങ്ങാൻ ഞങ്ങളുടെ കഴുത്തിലേക്ക് വീഴോ എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക്, അല്ലെങ്കിൽ ആ ഒരു ചിന്ത, ഈ വാളിനെ കുറിച്ചുള്ള ചിന്തയായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല എന്ന് പറയും. അപ്പൊ ജനക മഹാരാജ് പറയും, ഓ അത് ശരി, ഇത് തന്നെയാണ് നിങ്ങളോട് പറയാനുള്ള ഉത്തരം. കാരണം
ഇത്രയും വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ ഉണ്ടായിട്ട് പോലെ അത് ആസ്വദിക്കാൻ പറ്റിയില്ല അല്ലെ. ചിന്ത എപ്പോഴും ആ വാളിലായിരുന്നു. അപ്പൊ അതേപോലെ തന്നെയാണ് ഞാനിവിടെ എന്തെല്ലാം ഭൗതികമായിട്ടുള്ള കർമ്മങ്ങൾ ഇതെല്ലാം നിറവേറ്റുന്നുണ്ടെങ്കിലും ഒക്കെ എന്താണ്, ഞാൻ അതിലൊന്നിലും ആസക്തനാവുന്നില്ല. അതിലെല്ലാം അനാസക്തമായിട്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടികൾ ചെയ്യുന്നു. പക്ഷെ സദാസമയം എൻ്റെ ചിന്ത ഭഗവാനിലാണ്, പരമതീർത്ഥനിഷ്ഠനായിട്ടുള്ള ഭഗവാനിലാണ് എൻ്റെ മനസ്സ് എപ്പോഴും കേന്ദ്രീകരിച്ചിരിക്കുന്നത് അല്ലെ. സവൈ മനകൃഷ്ണ പദാരവിന്ദയോ, അംബരീഷ് മഹാരാജ് പറയുന്ന പോലെ സദാസമയം ഭഗവാന്റെ പാദാരവിന്ദങ്ങളിലാണ് എൻ്റെ സ്മരണ എന്ന് അദ്ദേഹം പറയും. അപ്പോ ഇങ്ങനെ അല്ലെ ആർക്കും തങ്ങളുടെ ഡ്യൂട്ടീസ് ചെയ്യാം. പക്ഷെ എന്താണ്, ഭഗവാനെ ആ മനസ്സില് 24 മണിക്കൂർ സ്മരിക്കുക അല്ലെ. ഭഗവാൻ അതാ പറയണ അല്ലെ, എപ്പോഴും ഭഗവാന്റെ സ്മരണയിലിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആർക്കും കൃഷ്ണ കോൺഷ്യസിൽ ഇരിക്കാനായിട്ട് സാധിക്കും. ഗൃഹസ്ഥനായിക്കോട്ടെ രാജാവായിക്കോട്ടെ ആർക്കും സാധിക്കും എന്നുള്ളത് നമ്മുടെ എന്താ പറയാ പുരാണങ്ങളിലും നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പിന്നെ എന്താണ് ഇവിടെ പറയുന്നുണ്ട് അല്ലെ, മിഥ്യാചാരിയായിട്ടുള്ള സന്യാസികളെ കുറിച്ച് അല്ലെ. അപ്പൊ അവര് എന്താണ്, ഇത്തരം എന്താ പറയാ പൊള്ളയായിട്ടുള്ള ആത്മീയവാദികൾ അവരെങ്ങനെയാണ്, അവര് പുറമേക്ക് കാണിക്കും ഞങ്ങള് വലിയ യോഗിയാണ് സന്യാസിയാണ് എന്നെല്ലാം കാണിക്കും അല്ലെ. പക്ഷെ ഉള്ളിൽ അവരെന്താണ്, അവരുടെ ഇന്ദ്രിയങ്ങളെ അവർക്ക് നിയന്ത്രിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല അല്ലെ. ഒരിക്കലും നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് എന്താ പറയാ അടിച്ചമർത്താനോ അല്ലെങ്കിൽ സപ്രസ് ചെയ്ത് ഇരിക്കാനോ നമുക്ക് പറ്റില്ല അല്ലെ. നമ്മളെ എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ, ഒരു ഭക്തൻ എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത്, നമ്മൾ ഭഗവാന്റെ സേവനത്തിൽ ഓരോ ഇന്ദ്രിയങ്ങളെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് അല്ലെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള എന്താ പറയാ മിഥ്യാചാരിയായിട്ടുള്ള യോഗികൾ ഇവിടെ ഭഗവാൻ അവരെ വളരെ ഇതായിട്ട് വിമർശിക്കുകയാണ് ചെയ്യുന്നത്. അതിലും ഭേദമാണ് ഒരു എന്താ പറയാ തന്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുന്ന ആത്മാർത്ഥയുള്ള ഒരു ഗൃഹസ്ഥൻ എന്നിവിടെ പറയുന്നു. അപ്പോ ഈ എന്താ പറയാ വിരക്തി അല്ലെങ്കിൽ ഡിറ്റാച്ച്മെന്റ് എന്നുള്ളത് നമുക്ക് ബാഹ്യമായിട്ട് നമ്മൾ പ്രകടിപ്പിക്കാനുള്ളതല്ല അല്ലെ. കാരണം അവര് മറ്റുള്ള സാധാരണ ജനങ്ങളെ, നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെ വിഡ്ഢികളാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അല്ലെ. ശരിയായിട്ടുള്ള ഒരു സന്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഒരു എന്തിനാ വേണ്ടിയായിരിക്കണം നമ്മൾ സന്യാസം സ്വീകരിക്കുന്നത്. ഒരു സന്യാസി എന്ന് പറഞ്ഞാൽ ആ സന്യാസിയുടെ പ്രഥമമായിട്ടുള്ള കർത്തവ്യം എന്താണ്, മറ്റുള്ളവരെ ആത്മീയമായിട്ടുള്ള ക്ഷേമത്തിനായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അല്ലെ. എന്താണോ അവരെ ആത്മീയ ജീവിതത്തിലേക്ക് നയിക്കാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക അല്ലെ. ഭഗവത് നാമം പ്രചരിപ്പിക്കുക അല്ലെ, ജനങ്ങളുടെ ഇടയിൽ അവരെയൊക്കെ ഭക്തരാക്കുക അല്ലെ, ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിലേക്ക് നയിക്കുക, അതിനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സന്യാസിയുടെ ധർമ്മം. അല്ലാതെ എന്താ പറയാ പുറമേക്ക് സന്യാസിയാണ് വിരക്തി അഭിനയിച്ചുകൊണ്ട് ഉള്ളിൽ എല്ലാം ആസ്വദിക്കുന്ന ഒരാളാവരുത് എന്ന് പറയുന്നു അല്ലെ. എന്താണ് ഭക്തിസിദ്ധാന്ത സരസ്വതി മഹാരാജാവ് മഹാരാജ് പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഒരിക്കലും ഞാൻ ആധ്യാത്മിക ജീവിതം സ്വീകരിച്ചിരിക്കുന്നത് ഉപജീവന മാർഗത്തിനല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് ഒരിക്കലും സന്യാസി ആയിരുന്നു കൊണ്ട് നമ്മുടെ എന്താ പറയാ ലൈവ്ലിഹുഡ്, നമ്മുടെ ജീവൻ നിലനിർത്താൻ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്കുള്ള കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടൊന്നായിരിക്കരുത്. ഇപ്പൊ ധനസമ്പാദനം അല്ല, അതൊന്നും ആയിരിക്കരുത് ഒരു സന്യാസിയുടെ ലക്ഷ്യം എന്നുള്ളത്. ഇപ്പൊ എന്താ പറയുക, പലരും നമുക്കറിയാം ഇപ്പൊ ഭാഗവതം അല്ല ഇതൊക്കെ എന്താണ് പ്രചാരണം, ഇതൊക്കെ എന്താ പറയാ പ്രഭാഷണമൊക്കെ നടത്തിക്കൊണ്ട് ഒരുപാട് പൈസ സമ്പാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഭഗവാന്റെ അല്ലെ പ്രഭുപാദ പറയാറുണ്ട്. അതായത് ഭഗവാന്റെ രാസലീലയെ കുറിച്ചൊക്കെ ഗ്രന്ഥങ്ങൾ രചിച്ചുകൊണ്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കും അല്ലെ. ഇങ്ങനെ പലതരത്തിലുള്ള പല സങ്കീർത്തനം ചെയ്തുകൊണ്ട് അതിനെ പൈസ വാങ്ങുക, അങ്ങനെയൊക്കെ പലതരത്തില് ഇതൊക്കെ എന്താ പറയുക സ്വന്തം സ്വന്തം താല്പര്യങ്ങൾക്കായിട്ട് അവര് സന്യാസം പോലുള്ള ഇതിനെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഒരു ആത്മീയമായിട്ടുള്ള വ്യക്തി ഒരിക്കലും അത്തരത്തിൽ ആയിരിക്കരുത് അദ്ദേഹം പ്രവർത്തിക്കേണ്ടത് അല്ലെ. ഇവരെയൊക്കെ കപട നാട്യക്കാരൻ അല്ലെങ്കിൽ മിഥ്യാചാരികളായിട്ടുള്ളവർ എന്നിവിടെ ഭഗവാൻ പറയുന്നു എന്നുള്ളതാണ്. അപ്പോ എന്താണോ നമ്മുടെ ജോലി, നമ്മുടെ കർത്തവ്യം, അതൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ. അതായത് ആത്മാർത്ഥമായി ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശാസ്ത്രങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ നിയന്ത്രിതമായിട്ടുള്ള ജീവിതം നയിക്കുക. അതാണ് ആത്മാർത്ഥത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ.
അതായത് അറ്റാച്ച്മെന്റ് ഇല്ലാതെ നമ്മൾ ആസക്തി ഇല്ലാതെ കർമ്മം ചെയ്യുക എന്നാണ് അവിടെ പറയുന്നത്. അപ്പം പിന്നെ ഇവിടെ പറയുന്നുണ്ട് എന്താണ്, കപടവേഷധാരിയായ ഒരാളേക്കാൾ എത്രയോ നല്ലതാണ്, പ്രഭുപാദ ഭാവാർത്ഥത്തിൽ പറയാണ്, മനസാക്ഷിയോടെ തെരുവ് തൂക്കുന്ന ഒരു തൂപ്പുകാരൻ, അല്ലെ. അപ്പോ എന്താ പറയാ, ആ ഒരു തൂപ്പുകാരൻ സിൻസിയർ ആയിട്ട് അയാളുടെ ജോലി ചെയ്യുകയാണെങ്കിൽ അയാൾ ഒരു കപടവേഷധാരിയുള്ള സന്യാസിയെക്കാളും ശ്രേഷ്ഠനാണെന്ന് പറയുന്നു. അപ്പൊ അതായത് നമ്മളും നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഈ ശ്ലോകങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ലൈഫിലും നമ്മൾ എന്താണ്, നമ്മൾ ഭക്തി അനുഷ്ഠിക്കുമ്പോൾ അത് നമ്മൾ വളരെ സിൻസിയർ ആയിട്ട് ചെയ്യുക. നമ്മളത് ഒരു ഷോ ഓഫ് ആയിട്ട് നമ്മൾ ചെയ്യാതിരിക്കുക, അല്ലെ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്താ പറയുക, തിലകം തൊട്ട് കണ്ടിമാലയിട്ട് ജപമാലയൊക്കെ പിടിച്ച്, അല്ലെ, ഷോ ഓഫ് അതായിരിക്കരുത്. എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് നമ്മൾ അത്ര ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ടോ ഇതൊന്നും നമ്മൾ ചിന്തിക്കില്ല. മറ്റുള്ളവരെ പോലെ എനിക്ക് പെട്ടെന്ന് ഉയരണം ഇതൊന്നും വേണ്ട. നമ്മൾ സ്ലോലി നമുക്ക് കൃഷ്ണാബോധത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് പ്രോഗ്രസ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെ. ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിലാവരുത്. കാരണം ഭഗവാൻ അത്തരത്തിലുള്ളവരെ ഇവിടെ പുച്ഛിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ. അപ്പോൾ എന്ത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടേതായിട്ടുള്ള ആ ഒരു നിലവാരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനത്തിന് അനുസൃതമായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. ഒരിക്കലും നമുക്ക് ആ ഒരു പ്യൂരിഫിക്കേഷൻ ആ ഒരു സ്റ്റേജിൽ എത്താതെ നമ്മൾ ഉയർന്ന എന്താ പറയാ തലത്തിൽ നിൽക്കാനായിട്ട് നമ്മൾ ഒരിക്കലും ശ്രമിക്കാൻ പാടില്ല. അതിൻ്റെതായിട്ടുള്ള ആ ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകണം, അല്ലെ. അപ്പൊ അതിനായിട്ട് നമ്മളെപ്പോഴും ഗുരു, സാധു, ശാസ്ത്രം, അല്ലെ, അവരുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് പതിയെ നമ്മൾ ഭക്തിയിലേക്ക് ഉയരാനായിട്ട് ശ്രമിക്കണം. ഭക്തി നമുക്ക് ജീവിതത്തിൽ ആവശ്യമാണ്, അല്ലെ. കർമ്മങ്ങൾ നമുക്ക് നമ്മുടെ ഡ്യൂട്ടി എന്ന നിലയിൽ നമുക്ക് അനുഷ്ഠിക്കാം, അല്ലെ. ഒരിക്കലും നമ്മൾ ഈ ഭൗതിക ബന്ധനത്തിൽ കുടുങ്ങി പോകുന്ന വിധത്തിലായിരിക്കരുത് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്, അല്ലെ. ഈ കർമ്മങ്ങളെല്ലാം നമ്മൾ എന്താ പറയാ കർമ്മയോഗമാക്കി മാറ്റണം, അല്ലെ. ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യിച്ചുകൊണ്ട് അതിനെ ഭക്തിയുത സേവനമാക്കി നമ്മുടെ കർമ്മങ്ങളെയെല്ലാം നമുക്ക് എന്താ പറയാ മാറ്റാനായിട്ട് സാധിക്കും. അങ്ങനെ വന്നാൽ മാത്രമാണ് നമുക്ക് ഇതിൽ നിന്നും എന്താ പറയാ ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അത്തരം കർമ്മങ്ങൾ നമ്മളെ ഇവിടെ ബന്ധിപ്പിക്കുകയേ ചെയ്യുള്ളൂ. ഇവിടെ ശ്രീമദ് ഭാഗവതത്തില് 7-ാം സ്കന്ധം 5-ാം അധ്യായത്തില് 30-ാമത്തെ ശ്ലോകത്തില് പ്രഹ്ലാദൻ പറയുന്നുണ്ട്. ശ്രീ പ്രഹ്ലാദ വാച മതിർന കൃഷ്ണേ പരദസ്വതോവ മിഥോഭിപദ്യതേ ഗൃഹവ്രതാനാം അദാന്ത ഗോപിർ വിശദാം തമിശ്രം പുനഃശ്ചർവിത ചർവണാനാം, അല്ലെ. എന്താണ്, അനിയന്ത്രിതങ്ങളായ ഇന്ദ്രിയങ്ങളാൽ ആളുകൾ ഭൗതിക ജീവിതത്തിൽ അത്യാസക്തരായി നരകീയ അവസ്ഥകളിലേക്ക് പുരോഗമിക്കുകയും ചവച്ചത് തന്നെ വീണ്ടും വീണ്ടും ചവയ്ക്കുകയും ചെയ്യുന്നു. കൃഷ്ണനോടുള്ള അവരുടെ ചായ്വ് സ്വന്തം പരിശ്രമത്താലോ അന്യരുടെ ഉപദേശങ്ങളാലോ അതല്ലെങ്കിൽ രണ്ടും മൂലമോ ഉണർത്തപ്പെടുന്നില്ല എന്ന് പറയാണ്. അതായത് എന്താണ്, ആളുകൾ ഇങ്ങനെ തങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാതെ അവര് ഭൗതിക ജീവിതത്തിൽ അത്രയും ആസക്തരായിട്ട് അവര് ജീവിക്കുകയാണ്. അത് അവരെ എന്തിലേക്ക് നയിക്കും? നരകീയ അവസ്ഥയിലേക്ക് നയിക്കും. ഇത് പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിനോട് പറയുന്നതാണ്. അപ്പൊ എന്താണ് അതിന് എപ്പോഴും, അതായത് പുനഃശ്ചർവിത ചർവണാനം, അല്ലെ. ഇതാണ് ചവച്ചത് തന്നെ വീണ്ടും വീണ്ടും ചവച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ജനന മരണ ചക്രം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അല്ലെ. എന്നിട്ട് നമ്മൾ ഓരോ വർഷവും നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഘോഷിക്കും, അല്ലെ. എത്രയോ ജന്മങ്ങൾ എടുത്തു, എത്രയോ ഹാപ്പി ബർത്ത്ഡേസ് കഴിഞ്ഞു, അല്ലെ. പല പക്ഷെ എന്തുണ്ട്, നമുക്ക് ഒരു നേട്ടമില്ല. ഈ ചക്രത്തിൽ തന്നെ നമ്മൾ പെട്ടിരിക്കുകയാണ്, അല്ലെ. അപ്പോ എന്താണ് ഇവിടെ സ്വാർത്ഥ ഗതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് അതിൻ്റെതായിട്ടുള്ള അതിന് എന്ത് പാത ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ആ മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ട് ആ സ്വാർത്ഥഗതി ആയിട്ടുള്ള വിഷ്ണുവിനെ പ്രാപിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ നീങ്ങണം, അല്ലെ. അപ്പൊ അതിന് നിഷ്കാമ കർമ്മം ആവശ്യമാണ് എന്നുള്ളതാണ്. അതിനായിട്ട് നിഷ്കാമ കർമ്മ യോഗത്തെ കുറിച്ച് ഇവിടെ ഭഗവാൻ പറയാണ്. അപ്പൊ അത് നമുക്ക് ആദ്യം നമ്മൾ ആ ഒരു ഇതിലേക്ക് വരണം എന്നുള്ളതാണ് പറയുന്നത്. എങ്കിലും ഭക്തിയോഗമാണ് നമുക്ക് ഈസി വേ. കാരണം ഭക്തിയോഗത്തിലൂടെ നമുക്ക് നിഷ്കാമ കർമ്മ യോഗത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. ഇതാണ് ഇന്നത്തെ ശ്ലോകത്തിലെ
രത്നച്ചുരുക്കം. ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ പോയിന്റ്സോ കമന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ ചോദിക്കാം. Hare Krishna. Thank you, Maharji. Thank you so much. Hare Krishna. ഹരേ കൃഷ്ണ. താങ്ക് യു മഹാജി. ശ്രീമദ് ഭഗവത്ഗീത की जय, श्रील प्रभुपाद की जय, श्री गुरुदेव की जय. हरे कृष्ण. ഹരേ കൃഷ്ണ പ്രണാം. Oh, stop here, Maharji. Stop here. Hare Krishna. വളരെ നന്ദി. താങ്ക് യു മാതാജി. മനോഹരമായ ക്ലാസ്. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ.